24 ബ്രേക്കിംഗ്. പാലാ നഗരസഭയിലെ തർക്കത്തിൽ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം മാറി നിൽക്കണമെന്ന ആവശ്യം നേതൃത്വത്തെ അറിയിച്ചു. ബിനു പുളിക്കക്കണ്ടം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരരുതെന്നും കോൺഗ്രസ് കൗൺസിലർമാർക്ക് നിലപാടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായുണ്ട്. ടോബി, ഇതിൽ ബിനു പുളിക്കക്കണ്ടം എടുത്തിരിക്കുന്ന നിലപാട് UDF നേതാക്കളോ അല്ലെങ്കിൽ ജില്ലയിലെയോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളോ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ രാജിവെക്കാമെന്നാണ്. നേരത്തെ തന്നെ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെയും ചെയർപേഴ്സണെതിരെയും ഒക്കെയുള്ള പരാതികൾ ഈ കോൺഗ്രസ് കൗൺസിലർമാർ നൽകിയതാണ്. പക്ഷേ ജില്ലാ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴവർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടു കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വലിയൊരു ഭരണപ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. ഇതുവരെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ UDF ജില്ലാ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. നേരിട്ടുള്ള ചർച്ചകൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചുള്ള ചർച്ചകൾ, ഫോണിലുള്ള ചർച്ചകൾ, അങ്ങനെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ബിനു പുളിക്കക്കണ്ടം പറയുന്നത് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ തങ്ങളോട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറാണെന്ന് ബിനു പുളിക്കക്കണ്ടം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് കൗൺസിലർമാരാകട്ടെ ഈ സ്വതന്ത്ര കൂട്ടായ്മയായി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അങ്ങനെ ഇനി മുന്നോട്ട് പോകാനേ പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസടക്കം ഇങ്ങനെ കോൺഗ്രസിനോ UDFനൊപ്പം നിൽക്കുന്ന കൗൺസിലർമാർക്ക് എതിരെ നൽകിയത് അതൊരു ശരിയായ നടപടിയല്ലെന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ബിനു പുളിക്കക്കണ്ടം വരുന്നതിനെ എതിർക്കുക മാത്രമായിരുന്നു ഈ കൗൺസിലർമാർ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ദിയ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതായത് സ്വതന്ത്ര കൂട്ടായ്മയിലെ ആരും അധികാരത്തിൽ ഉണ്ടാകരുത്, അങ്ങനെയുണ്ടെങ്കിൽ തങ്ങൾ UDFനൊപ്പം അല്ലെങ്കിൽ ഈ ഭരണസമിതിക്കൊപ്പം നിൽക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ കോൺഗ്രസ് കൗൺസിലർമാർ പോയിരിക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്, UDF ജില്ലാ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. 17-ാം തീയതിയാണ് കൗൺസിൽ വിളിക്കണമെന്നൊരു ആവശ്യം കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കൗൺസിൽ വിളിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ കൗൺസിൽ വേണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഏതായാലും ടോബി, സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.